കൊച്ചിയിൽ മോഡലിംഗിന്റെ മറവിൽ മനുഷ്യക്കടത്തും പീഡനവും നടത്തിയ സംഭവത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ വരികയാണ്. ദുബായിലെത്തിച്ചത് അറസ്റ്റിലായ സിന്ധുവും അലീനയുമെന്ന് പരാതിക്കാരി. ക്രൂരമായി മർദ്ദിക്കുകയും പീഡനത്തിനിരയാക്കുകയും ചെയ്തു. സെക്സ് റാക്കറ്റിന്റെ പിടിയിൽ നിരവധി യുവതികൾ അകപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മദ്യത്തിൽ മയക്കുമരുന്ന് കലർത്തി കുടിപ്പിച്ചു. വീട്ടിലേക്ക് നഗ്ന ദൃശ്യങ്ങൾ അയച്ചു നൽകിയെന്നും കുഞ്ഞിനെ കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും പരാതിക്കാരി. ലഹരി നൽകി മയക്കി യുവതികളെ ക്രൂരമായി പീഡിപ്പിച്ചുവെന്നും പോലീസ് പറയുന്നു. അന്വേഷണത്തിന് പ്രത്യേക സംഘം രൂപീകരിച്ചിട്ടുണ്ട് എന്ന് എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ വ്യക്തമാക്കി. ബോധം പോകുന്ന രീതിയിലാക്കിയിട്ട് അവരുടെ വേറെ ആൾക്കാർ വരെ പോവുകയൊക്കെ ചെയ്തിരുന്നത് അങ്ങനെയാണ്. ഒരുപാട് ശാരീരികമായിട്ട് ഉപദ്രവിക്കും. ഡെയിലി ഡ്രിങ്ക്സിനും ഈവൻ പച്ചവെള്ളത്തിൽ പോലും ഓരോന്ന് കലക്കി തരുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. നമുക്ക് പ്രതികരണ ശേഷി നഷ്ടപ്പെട്ട ഒരു ഫീലാണ് അവിടെ ഉണ്ടാവുക. കൂടാതെ എന്റെ വീട്ടിലേക്ക് വിളിച്ചിട്ട് എന്റെ ഫോൺ വിലക്കിലാക്കിയത് പ്രകാരം എന്റെ വീട്ടിലേക്ക് വിളിച്ചിട്ട് ഞാൻ ഇവിടെ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ചെയ്യുകയാണെന്നും എന്നെ ഒഴിവാക്കണം എന്നുള്ള രീതിയിലും ഇവര് എന്നെ കൊടുപ്പിച്ച് ഓരോന്നും ചെയ്യുന്ന ഒരാണുങ്ങൾ വരുന്നതും അതുമെല്ലാം ആയിട്ട് എന്നെ ഫോട്ടോസ് എടുത്തിട്ട്. മിഥുൻ നമുക്കിപ്പം ചേരുകയാണ്. മിഥുൻ, വമ്പൻ റാക്കറ്റിന്റെ വലിയൊരു ട്രാപ്പിലാണ് ഒരുപാട് പെൺകുട്ടികൾ പെട്ടിരിക്കുന്നത്. എന്തായാലും മോഡലിംഗിന്റെ മറവിൽ തുടങ്ങിയ വമ്പൻ കെണിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ പെൺകുട്ടി പറയുന്നുണ്ട് വളരെ ഗുരുതരമായ കാര്യങ്ങൾ. ഒപ്പം തന്നെ പോലീസ് പല കാര്യങ്ങളും സ്ഥിരീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എങ്ങനെയാണ് പരാതിക്കാരിയുടെ പരാതി എന്താണ്, ഒപ്പം പോലീസ് എന്ത് പറയുന്നു? ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് ഇത്തരത്തിലൊരു സെക്സ് റാക്കറ്റിൻ്റെ ഒരു വല വീശൽ ആരംഭിച്ചതും അതുപോലെ തന്നെ ദുബായിലേക്ക് പെൺകുട്ടികളെ കടത്തുകയും ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ അലീന അബ്രഹാം എന്ന് പറയുന്ന വ്യക്തി ഇൻസ്റ്റാഗ്രാമിലൂടെയും അതുപോലെ തന്നെ മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും പരസ്യം നൽകിക്കൊണ്ടാണ് യുവതികളെ ഈ മോഡലിംഗിലേക്ക് ആകർഷിച്ചത്. 50,000 രൂപ വരെ ഒരു ഷോയ്ക്ക് വേണ്ടി നൽകാമെന്ന വാഗ്ദാനത്തിൽ വീണുകൊണ്ടായിരുന്നു. അതുപോലെ തന്നെ മോഡലിംഗ് ആഗ്രഹവുമായാണ് യുവതികൾ അലീനയെയും സിന്ധുവിനെയും ബന്ധപ്പെടുന്നത്. സിന്ധുവാണ് ഇവരെ ദുബായിലേക്ക് എത്തിക്കുകയും ചെയ്തത്. നിരവധി പെൺകുട്ടികൾ ഇതുപോലെ ദുബായിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളിപ്പോൾ കേട്ടിട്ടുള്ള ഓഡിയോയിലെ പരാതിക്കാരി അടക്കം വ്യക്തമാക്കിയിട്ടുള്ളത്. അവിടെ ദുബായിൽ എത്തിയ ഉടനെ തന്നെ അവിടെ നിന്ന് ഒരു ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. അവിടെ നിന്ന് പാസ്പോർട്ടും അതുപോലെ തന്നെ മറ്റ് യാത്രാരേഖകളും വിസ അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവർ പിടിച്ചു വെക്കുകയാണ് ഉണ്ടായത്. പിന്നീട് മദ്യത്തിലും മറ്റ് പാനീയങ്ങളിലെല്ലാം മയക്കുമരുന്ന് നൽകി അവരെ വശംവദരാക്കുകയാണ് ചെയ്തത്. ആ ലഹരിയുടെ പുറത്ത് ഇവരെ പലർക്കായി കാഴ്ചവെക്കുകയും ബലാത്സംഗത്തിന് പീഡിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ആണ് ദുബായിൽ വെച്ച് അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ക്രൂരകൃത്യങ്ങളാണ് അരങ്ങേറിയിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ മരട് പോലീസിന് 2 പരാതികളാണ് ലഭിച്ചിട്ടുള്ളത്. 2 യുവതികളുടെ പരാതികളാണ് ലഭിച്ചത്. അതിൽ 5 പ്രതികൾ നിലവിലുണ്ട്. ഇപ്പോൾ 3 പേർ അറസ്റ്റിലായിരിക്കുന്നു. 1-ാം പ്രതിയായിട്ടുള്ള സിന്ധു മുംബൈയിൽ നിന്ന് വിദേശത്തേക്ക് കടക്കുന്നതിനിടെയാണ് പിടിയിലായത്. ഒപ്പം തന്നെ അലീന കൊച്ചിയിൽ നിന്ന് പിടിയിലായി. മറ്റൊന്ന് മഞ്ജിമ എന്ന് പറയുന്ന മറ്റൊരു പ്രതി പൊന്നാനി സ്വദേശിയാണ്. ആ പൊന്നാനിയിൽ നിന്നും ഇവരെ പിടികൂടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വിവരം. ഈ ശേഷിക്കുന്ന 2 പ്രതികൾ അവർ വിദേശത്താണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മുഖ്യപ്രതിയായിട്ടുള്ള അലീനയ്ക്ക് കൊച്ചിയിലെ ചില ഗുണ്ടാ സംഘങ്ങളുമായി അടുത്ത ബന്ധമുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ പരാതിയുമായി രംഗത്തെത്തിയ ആ സമയത്ത് പരാതിക്കാരിയുടെ വീട്ടിലേക്ക് ചിലരെത്തുകയും ചിലരെ ഫോണിലടക്കം ഭീഷണിപ്പെടുത്തുകയും ചിലർ ഈ ബന്ധുക്കളെയെല്ലാം ഈ പരാതിക്കാരെയും ബന്ധുക്കളെയെല്ലാം ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിച്ചിരിക്കുന്ന വിവരം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഗുണ്ടാ സംഘങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള പങ്കുണ്ടോ എന്ന് സംബന്ധിച്ചുള്ള അന്വേഷണവും നടക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ പരാതികൾ സ്വരൂപിക്കാനുള്ള ഒരു നീക്കമാണ് പോലീസ് നടത്തുന്നത്. സമീപ ജില്ലകളിലടക്കം ഇത്തരത്തിൽ ഒരുപക്ഷെ പരാതികൾ ലഭിക്കാനുള്ള ഒരു സാധ്യത. അതായത് ഈ സിന്ധുവും അലീനയുമല്ല ഇതിന് പിന്നിൽ വമ്പന്മാരുണ്ടാകും. എന്തായാലും അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പോലീസ് അത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ നൽകുന്നുണ്ടോ? എങ്ങനെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്? അത്തരം കാര്യങ്ങളിലേക്ക് വിശദമായിട്ടുള്ള അന്വേഷണത്തിൻ്റെയും അതുപോലെ തന്നെ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ മാത്രമേ ഇപ്പോൾ ഒരു നിഗമനത്തിലേക്ക് എത്താൻ സാധിക്കൂ എന്നാണ് ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണറടക്കം വ്യക്തമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ പരാതിക്കാർ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പരാതിക്കാർക്ക് നേരിട്ട് ബന്ധമുള്ള ആളുകളാണ് ഈ അലീനയും അതുപോലെ തന്നെ സിന്ധുവും അടക്കമുള്ള ആളുകൾ. അതുകൊണ്ട് തന്നെ അവരുടെ പേരുകളാണ് ആദ്യഘട്ടത്തിൽ വന്നതും പ്രതി ചേർക്കപ്പെട്ടിട്ടും ഉള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് മാത്രമേ ഇതിൻ്റെ മറ്റ് ബന്ധങ്ങൾ രാജ്യാന്തര ബന്ധമടക്കം ഇതിലുണ്ട് എന്നുള്ള സംശയിക്കാവുന്ന തരത്തിൽ ദുബായിലുള്ള ചില ആളുകൾ
ആളുകളിലേക്ക് കൂടി ഇതിൻ്റെ പ്രതികളായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ വിശദമായിട്ടുള്ള അന്വേഷണത്തിൽ മാത്രമേ കൂടുതൽ ബന്ധങ്ങളിലേക്ക് ഇതിൻ്റെ സൂചിപ്പിച്ചതുപോലത്തുള്ള ആഴത്തിലുള്ള ബന്ധങ്ങളിലേക്ക് കടന്നു വരാൻ സാധിക്കും. ഇപ്പോൾ നിലവിൽ ലഭിച്ചിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ 5 പ്രതികളിലേക്ക് മാത്രമാണ് ഇപ്പോൾ അന്വേഷണം നടപടികൾ പോയിട്ടുള്ളത്. അന്വേഷണം വിശദമായി തന്നെ നടക്കുന്നുണ്ട് എന്ന് ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കിയിരിക്കുകയാണ്. ശരി മിഥുൻ, എന്തായാലും വളരെ ഗുരുതരമായ വെളിപ്പെടുത്തലാണ് പരാതിക്കാരി നടത്തിയത്. മോഡലിംഗിന്റെ മറവിൽ നടത്തിയ മനുഷ്യക്കടത്തും പീഡനവും എന്തായാലും ഞെട്ടിക്കുന്ന സംഭവങ്ങൾ. പോലീസ് ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട്. ആരൊക്കെയാണ് ഇതിന് പിന്നിൽ യഥാർത്ഥ വമ്പൻ മീനുകളായിട്ടുള്ളത്, അക്കാര്യത്തിലേക്കൊക്കെ തന്നെ പോലീസ് അന്വേഷണം കടക്കുന്നുണ്ട് എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. പക്ഷേ പോലീസ് എന്തായാലും വളരെ രഹസ്യാത്മകത ഈ വിഷയത്തിൽ സൂക്ഷിക്കും എന്ന ഒരു പ്രതീക്ഷയാണ് ഉള്ളത്. മിഥുന വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.